Question number 1. എന്താ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ദാ ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ പറ്റും. If the domain of the function f of x is equal to cos inverse of 2 minus mod x divided by 4 plus log 3 minus x the whole raised to minus 1 is semi-closed interval minus alpha beta minus z gamma, then the value of alpha plus beta plus gamma is equal to. അപ്പോൾ ശരിക്കും ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയും അതേപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയും കോൺസെപ്റ്റുകൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. എനിവേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഈ എക്സിൻ്റെ വാല്യൂസ് അല്ലേ ഡൊമൈനിൽ വരിക. ദാ ഇവിടെ ഫസ്റ്റ് ടേം ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് ആണ്. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് എന്ന് വന്നാൽ ആ കോസ് ഇൻവേഴ്സിനുള്ളിൽ വരുന്ന ക്വാണ്ടിറ്റി -1 മുതൽ 1 വരെയുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കണ്ടേ. കാരണം കോസ് ഇൻവേഴ്സ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ആണല്ലോ. ശരിയല്ലേ മക്കളെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ആദ്യം തന്നെ പറയാൻ പറ്റും -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ 2 മൈനസ് മോഡ് എക്സ് ഡിവൈഡഡ് ബൈ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? ത്രൂ ഔട്ട് ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിൻസ് 4 ഈസ് എ പോസിറ്റീവ് നമ്പർ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദി ഇൻഇക്വാളിറ്റി അല്ലേ. അപ്പോൾ 4 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വരില്ലേ. ത്രൂ ഔട്ട് ഒരു 2 സബ്ട്രാക്ട് ചെയ്യുന്നു. സോ -6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നല്ലേ വരിക. എഗെയിൻ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മോഡ് എക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനിക്വാളിറ്റികളൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് മാറത്തില്ലേ. സോ എനിക്ക് എഴുതാൻ പറ്റുക -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നല്ലേ. ഓക്കെ, ഇത് മോഡ് എക്സിൻ്റെ വാല്യൂ ആണ്. സോ നെഗറ്റീവ് വാല്യൂസിന് ഇവിടെ യാതൊരു സ്കോപ്പുമില്ല. അതുകൊണ്ട് നമുക്ക് -2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ മോഡ് എക്സിൻ്റെ വാല്യൂ 6ഓ അതിനേക്കാൾ ചെറുതോ. അങ്ങനെയാണെങ്കിൽ മോഡുലസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് -6 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കില്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സിൽ ഫസ്റ്റ് ടേം ശരിയാകണമെങ്കിൽ നമുക്ക് മനസ്സിലായി ഈ എക്സ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം, -6 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും എക്സ് ആയിരിക്കണം എടുക്കേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടേമിലേക്ക് വരാം. രണ്ടാമത്തെ ടേമിൽ ലോഗരിതം ഓഫ് 3 മൈനസ് എക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോഗരിതം എവിടെ കണ്ടാലും ലോഗിനുള്ളിലുള്ള ക്വാണ്ടിറ്റി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0 നമുക്കറിയാം അല്ലേ. കാരണം ലോഗരിതം ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലോഗിനുള്ളിലായിട്ട് വന്നിരിക്കുന്ന 3 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണ്ടേ മക്കളെ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് എക്സ് ലെസ് ദാൻ 3 എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ദാ എക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരു കണ്ടീഷനും കിട്ടി, എക്സ് ഷുഡ് ബി ലെസ് ദാൻ 3. ശരിയല്ലേ? ഇനി അതേപോലെ തന്നെ ശരിക്കും സെക്കൻഡ് ടൈം എടുത്താൽ ലോഗരിതം ഓഫ് 3 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു -1 എന്നല്ലേ. അതായത് 1/log 3 മൈനസ് എക്സ് അല്ലേ ശരിക്കും ആ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത്. അതായത് ഡിനോമിനേറ്ററിൽ ലോഗ് ഓഫ് 3 മൈനസ് എക്സ് കാണുന്നു. അതുകൊണ്ട് നമുക്കറിയാം ഈ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. സോ ലോഗരിതം ഓഫ് 3 മൈനസ് എക്സ് കനോട്ട് ബി 0 അല്ലേ. നമുക്കറിയാം ലോഗ് എക്സ് 0 ആകുന്നത് എപ്പോഴാണ്, എക്സ് എന്ന് പറയുന്നത് 1 ആകുമ്പോഴല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോഗ് ഓഫ് 3 മൈനസ് എക്സ് 0 ആകണമെങ്കിൽ 3 മൈനസ് എക്സ് എന്താകണം, 1 ആകണം. പക്ഷെ അതിവിടെ നടക്കാൻ പാടില്ല, ബിക്കോസ് ഡിനോമിനേറ്റർ കനോട്ട് ബി 0. അപ്പോൾ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ പറയാൻ പറ്റും 3 മൈനസ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം, 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എക്സ് നോട്ട് ഈക്വൽ ടു 2 എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളല്ലേ നമുക്ക് ഡൊമൈനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൊമൈൻ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. നമ്പർ ലൈൻ ഒന്ന് വരച്ച് ഈ റീജിയൺ ഏതാണെന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, അതുപോലെ തന്നെ -6 ഉണ്ട്, 6 ഉണ്ട്. ശരിയാണല്ലോ. അപ്പം നമ്പർ ലൈനിൽ ആദ്യത്തെ കേസ് എടുത്ത് നോക്കിയാൽ ആദ്യത്തെ കേസിൽ -6 മുതൽ 6 വരെയുള്ള വാല്യൂസ് അല്ലേ എക്സിന് വരാൻ പറ്റുക. അപ്പോൾ ഞാൻ -6 മുതൽ 6 വരെയുള്ള റീജിയണല്ലേ ഷെയ്ഡ് ചെയ്യേണ്ടത്. -6ഉം 6ഉം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, കാരണം അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണല്ലോ വന്നിരിക്കുന്നത്.
ഇനി രണ്ടാമത്തെ കണ്ടീഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിലോ, രണ്ടാമത്തെ കണ്ടീഷൻ അനുസരിച്ച് എക്സ് 3യേക്കാൾ ചെറുതാകണം, ഈക്വൽ ടു 3 ഇല്ല അല്ലേ. എക്സ് 3യേക്കാൾ ചെറുതാകണമെന്ന് പറയുമ്പോൾ 3 തൊട്ട് താഴേക്കല്ലേ ഞാൻ ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ റീജിയനാണ് രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓവർലാപ്പ് ചെയ്യുന്നത്, അതായത് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്, അഥവാ ഈ രണ്ട് കണ്ടീഷൻസും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ഏതാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുക. അത് വളരെ ക്ലിയർ ആണ്. -6 മുതൽ 3 വരെയുള്ള റീജിയൻ ആണല്ലോ മക്കളെ, അല്ലേ. -6 മുതൽ 3 വരെയാണ് രണ്ട് ഷെയ്ഡിങ്ങും ഒരുപോലെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൊമൈൻ എനിക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക? ഡൊമൈൻ ഇസ് ഈക്വൽ ടു -6 മുതൽ 3 വരെയുള്ള റിയൽ നമ്പേഴ്സ് അല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് ഈ -6 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. കാരണം -6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നല്ലേ നമ്മൾ ഒന്നാമത്തെ ആ കണ്ടീഷനിൽ കാണുന്നത്. അതായത് എക്സിന് -6 വരാം, അതുകൊണ്ട് ഞാനിവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുത്തു. ഇനി 3യുടെ കാര്യമോ? രണ്ടാമത്തെ കണ്ടീഷൻ നോക്കി, എക്സ് ലെസ് ദാൻ 3 എന്നല്ലേ മക്കളെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 3 വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഞാൻ ഓപ്പൺ ഇൻ്റർവൽ കൊടുത്തു. ഇനി മാത്രമല്ല, എക്സ് ഒരിക്കലും 2 ആകാൻ കഴിയില്ല എന്ന് തേർഡ് കണ്ടീഷനിൽ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഇൻ്റർവെല്ലിനകത്ത് 2 എന്ന് പറയുന്നത് ഒരു മെമ്പറാണല്ലോ. അപ്പോൾ അയാളെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കണ്ടേ. അപ്പോൾ ഞാൻ 2നെ അവിടെ നിന്ന് ഒഴിവാക്കി -set2 എന്ന് കൊടുത്തു. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്? മനസ്സിലായി എന്ന് വിചാരിക്കണു അല്ലേ? യെസ്. അപ്പോൾ ഇനി നമുക്ക് അവർ തന്നിരിക്കുന്ന ഡൊമൈനും ഇപ്പോൾ നമുക്ക് കിട്ടിയ ഡൊമൈനുമായിട്ട് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്താൽ വളരെ ക്ലിയർ ആണ്. ആൽഫയായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഏതാ? 6 ആണ്. -α ഇവിടെ -6 ആണ്. സോ ആൽഫ 6 ആണ്. അതുപോലെ ബീറ്റയായിട്ട് വന്നിരിക്കുന്നത് 3 ആണല്ലോ. ഗാമയായിട്ട് വന്നിരിക്കുന്നത് 2 ആണല്ലോ. നമുക്ക് വേണ്ടത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയല്ലേടാ. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 11 എന്ന് കിട്ടും. 11 എന്ന് കാണിച്ചിരിക്കുന്നത് ഓപ്ഷൻ 3യിലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 അല്ലേ കറക്റ്റ് ആകുന്നത്. Got it?